എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നതൊക്കെ ചാലഞ്ചാണ്. എന്താ പറയുന്നത്, ഇതിങ്ങനെ ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നിടുക. അപ്പൊ നമുക്ക് കളിക്കുമ്പോൾ നേരെ നിങ്ങൾക്ക് ചിഹ്നം ഒത്തിരി കൂടി നേരെ പറഞ്ഞിരുന്നതായിരിക്കും. അത് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നീ അങ്ങനെ ഇരിക്കും സെറ്റാവോ, അവളിത് ഈ ഒരു രീതിക്ക് പിന്നിക്ക് തിരിഞ്ഞിരിക്കും. ഈ ഒരു കൊട്ട അത് ഇവിടെ വയ്ക്കും. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇവളുടെ കയ്യിൽ കൊടുക്കും. ഈ സ്കെച്ചും കുറച്ച് പെന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ അവളുടെ കയ്യിൽ കൊടുക്കും. ഈ അതിൻ്റെ ടോപ്പ് തുറന്നു കൊടുക്കണം, അതൊന്ന് അടച്ചോട്ടോ. അപ്പോൾ എന്നിട്ട് അവൾ ഓരോ സാധനം എടുത്ത് ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പൊ കൊട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇട്ട് കൊട്ട വെക്കുക. അവളിതെങ്ങനെ നോക്കാതെ ഇടണം. ഇതുപോലെ ഇടണം. അതിൽ കണ്ടോ, ഒന്ന് വലിയ ഇട്ടിട്ടില്ല ഗൈസ്. ഒന്ന് പെട്ടു. ഇതാണ് കളി. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നേരെ വീഡിയോ. അപ്പൊ ഗൈസ് വീഡിയോ തുടങ്ങാണ്. എക്സാമ്പിൾ ഒന്നല്ല, എക്സാമ്പിൾ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവിടെ തന്നെ കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കൊട്ടയുടെ സെറ്റാക്കിയിട്ടുണ്ട്. പെന്നും സ്കെച്ചുമാണ് കേട്ടോ മിക്സ്ഡായിട്ട് എടുത്തിട്ടുണ്ട്. കൊട്ട അതവിടെ ഉണ്ട്. അപ്പോൾ എന്താ, റെഡി 1 2 3 സ്റ്റാർട്ട്. ടൈമിങ് വേണ്ടായിരുന്നു, പക്ഷെ വെക്കുന്നില്ല. ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല കേട്ടോ, നിയമമാണ്. കാണിച്ചറ നിങ്ങൾക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട്. നമുക്ക് നോക്കിയേക്കാം. അടുത്തത് ഞാൻ കേട്ടോ. ടോപ്പൊക്കെ തെറിച്ച് പോകണം. ഇത് നമുക്ക് ഒരു സ്കെച്ച് ഒഴിവാക്കേണ്ടി വരും. അതിൽ ചെറിയ ലീക്ക് വരുന്നുണ്ട്. കഴിഞ്ഞോ? കാണിച്ചെടുക്കാം. എണ്ണി വെക്കുക. 1 2 3 4 5 6 7 ഗൈസ്, ഞാൻ 7 സ്കെച്ച് മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. 7 മാത്രം. അടുത്തത് ആരാ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താ, ഞാനാണ്. അപ്പം ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കാണാം കേട്ടോ. അപ്പം ഗൈസ് അവളുടെ അവിടെ വെച്ചിട്ടുണ്ട്. 15 എണ്ണ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതെവിടെയാണ് കൊട്ട? തുടങ്ങിക്കോ. ഒരു മിനിറ്റ്. ഈ ഒറ്റ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ലീക്ക് അതുണ്ടെങ്കിൽ പിന്നെ 16 എണ്ണം ആവും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വലിച്ചെറിയാം. അപ്പം ഞാൻ തുടങ്ങി. 1 2 3 സ്റ്റാർട്ട് ഗോ. സ്കോറാട്ടം മൊത്തം ആൾക്ക് ആണട്ടോ ഗൈസ്. ഈ വീഡിയോത്തെ സ്കോർ അടിക്കുന്നത് എന്തായാലും ചിന്നുവാണ്. ഗൈസ് കുഞ്ഞി പ്രശ്നമായി. നേരെ വെക്കണം കൊട്ട. 1 2 3 സ്റ്റാർട്ട് ഗോ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് കിട്ടൂല. പക്ഷേ പാലക്കാട്ടിൽ നിന്ന് ഏതിപ്പോ ഇന്ന് തന്ന ശില്പോ ലോങ് പേപ്പറാ തന്നത്. അതെ, ശരി ആയിക്കോട്ടെ. ഈ അട്ടയിൽ തരുന്ന പോലെ ചെറുതാന്ന് കരുതി. അപ്പൊ സ്റ്റേഷനിൽ പോയ വീടാവൂലേ? കാരണം കഴിഞ്ഞോ? അപ്പൊ നിങ്ങൾക്ക് സെയിം ടു സെയിം ആണ് ഗൈസ്. അപ്പൊ നമ്മൾ കൂടെ കളിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും കളിച്ചു നോക്കാൻ പറ്റുന്ന കളിയാണ്. 2 പേരുമാണ്, അത്രയും കളിക്കാം. അപ്പോൾ അടുത്ത സെറ്റ് ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ഇവളിത് റെഡിയാക്കി കൊണ്ട് ഇടയ്ക്ക് ഞാൻ വിളിച്ചാണ്. അപ്പോൾ ഈ കളിയാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കും ഇപ്പോൾ സെയിം ടു സെയിമിലാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇത് കളിച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ജയിച്ചു. അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടിയും കളിക്കും. ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. അത് അവിടെ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളത് കൊണ്ടേ കൊടുക്കട്ടോ. ആ ബാഗ് ഇല്ല കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള എന്തായാലും ഞങ്ങൾ വേറൊരു കളിക്ക് വെച്ചതാണ്. അതിന് ഏരിയയിലൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. അത്യാവശ്യം അടിപൊളി സാധനങ്ങളാണ്. അപ്പം നമുക്ക് നേരെ അവളവിടെ ഇരുന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് അവൾ ഇടാൻ പോവാണ്. മുടി കുടുങ്ങി ഗൈസ്. ഞാൻ വീഴ്ത്തിയിടുന്നുണ്ട്. അത് വീണിട്ടുണ്ട് ഗൈസ്. അത് വീണ്ടും വീണിട്ടുണ്ട്. അതാ കിടക്കുന്നു. ഇതായിരിക്കുന്നു. അവൾക്ക് ഇനിയുണ്ട് കണ്ടോ. ഇതായിരിക്കുന്നു. എന്തൊരു എക്സൈറ്റ്മെന്റ്. ഞാൻ ഒന്നും മുണ്ടിട്ടില്ല. 10 അത് കൂട്ടില്ല. അപ്പൊ 10 ജയിച്ചിരിക്കുന്നു. ഞാൻ അവിടെ കൂടി നോക്കണം ഗൈസ്. അല്ല ഇനി നോക്കുന്നില്ല. നീ ജയിച്ചു. അല്ല എൻ്റെ കൂടി നോക്കണം കേട്ടോ ഗൈസ്. അതൊന്ന് മാറിപ്പോയതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പെറുക്കെടുത്ത് റെഡി ആയിട്ട് കാണാം. 1 2 3 സ്റ്റെപ്പ് ഗോ. അതാ ഗിഫ്റ്റിൽ ഇഷ്ടം എടുത്ത് കൊടുക്കാം. പക്ഷെ ജയിക്കുന്നവരാണ്, തോറ്റവരാണ് എടുത്ത് കൊടുക്കേണ്ട. അങ്ങനെയുണ്ട്. എന്താ ഗിഫ്റ്റ് കൊടുക്കാം. അവിടെ ചീത്ത ഗിഫ്റ്റ് കിടക്കുന്നുണ്ട്. ആ എസ്സോർണോക്ക് വെച്ചതാണ്. അത് എടുക്കാൻ പറ്റില്ല. പെട്ടു കേസ്. ഞാൻ മൊത്തം തോറ്റു. ഉറപ്പ് കണ്ടു കൈസ്. അവൾ എത്ര ഇട്ടു എന്നിട്ട്. 1 2 3 4 5. ഓ ഗൈസ് ഞാൻ ജയിച്ചു. ഞാൻ പാവല്ലേ വെച്ചിട്ട് വിട്ടു കൊടുത്തോട്ടോ. അങ്ങനെ ഗൈസ്. അപ്പോൾ നമുക്ക് ഞങ്ങൾ രണ്ടാളെ ഗിഫ്റ്റ് കണ്ടിട്ടില്ല. ഒരാളാണ് അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞാനും കണ്ടിട്ടില്ല. ഏത് എടുത്തു കൊടുക്കാൻ എനിക്ക് എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവളിവിടെ ഇരിക്കട്ടെ. അവളിവിടെ ഇരിക്കട്ടെ. നമ്മൾ രണ്ടാളെ കണ്ടിട്ടില്ല. നമുക്ക് പോയി നോക്കാം. നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാം. അവളവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഇതൊക്കെ ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് വേറൊരു കളിക്ക് വേണ്ടി വെച്ചാണ്. ഇത് ക്യാഷ് ഒക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. സെല്ലോ ടാപ്പ് മാവൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ക്യൂട്ട് ഐറ്റംസ് കേട്ടോ ഗൈസ്. ഇത് 3 എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. രസമുണ്ട്. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ കൊടുക്കാം. ബുക്ക് ഇരിക്കണ്ട. അത് അതിനുള്ളതല്ല കേട്ടോ. പ്രോപ്പർട്ടീസ് പൈസ ഞാൻ കൊടുക്കത്തില്ല ഗൈസ്. അതുകൊണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ 3 തേങ്ങ കൊടുക്കാം ഗൈസ്. നമുക്ക് ഒരു പെണ്ണ് കൊടുക്കാം. അതെനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. എന്ത് ക്യൂട്ടാ നോക്കി വെക്കാം. അവളത് അവിടെ ഇരിക്കണ്ട. അതാണെങ്കിൽ മെല്ലെ കൂട്ടം കൂടുന്നെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എന്താ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്ത് കുത്തി വരഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ഇതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ ഇതത്തെ. അപ്പം നമുക്ക് ഇത് നേരെ അവൾക്ക് കൊണ്ടു കൊടുക്കാം. അപ്പം ഗൈസ് ഇത് അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ അവളെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ മുമ്പിൽ വെച്ച് നോക്കുക. ഗിഫ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൊടുക്കാം.
ബാക്കിന്ന് ഒരാള് കണ്ണടിക്കുന്നുണ്ടോ ഇല്ല കേട്ടോ. ഇത് കണ്ടാൽ എന്തൊരു ക്യൂട്ടാണ്. അവളല്ല. ഇഷ്ടപ്പെട്ടോ? ഇത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതിൽ ക്യൂട്ട് അതിപ്പോൾ നോക്കണ്ട, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. കേക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടി. അല്ല എന്തൊരു ക്യൂട്ടാ, നോക്കി നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.